തന്റെ മണിപ്പേഴ്സിൽ നിന്നാണ് വീട്ടിലെ ചെലവ് നടത്തുന്നത് എന്ന കാരണം കൊണ്ടാ, താനാണ് വീട്ടിലെ ചെലവ് നടത്തുന്നത് എന്ന കാരണം കൊണ്ടാ മാതാപിതാക്കൾ നിങ്ങളുടെയും കെട്ടിയോളുടെയും ഭൃത്യന്മാരാവാൻ പാടില്ല, അടിമകളാകുന്ന ചുറ്റുപാടിലേക്ക് വരാൻ പാടില്ല. കരുതണം. പഠിച്ചിട്ടില്ലാത്ത ഈ ഉപ്പനെ തന്റെ പരിചയക്കാര് വരുമ്പോ ഒരു പക്ഷേ ഇതാരാന്ന് ചോദിച്ചാൽ അയൽക്കാരനാണെന്ന് പറഞ്ഞെങ്കിൽ അതിശയപ്പെടാനുണ്ടാവില്ല, അത്ഭുതപ്പെടാനുണ്ടാകില്ല. കാരണം എന്താ? ഇവര് പറയുന്നതിലൊരു ബോറ്, എന്തോ ഒരു മാനക്കേട് അവന് തോന്നുന്നു ഇതെന്റെ വാപ്പയാണെന്ന് പറയാൻ. കാരണം ഇവന് ഗ്രേഡ് പൊങ്ങി എന്ന് തോന്നലാണ്. എങ്കിൽ ഇത്തരം മക്കൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അപകടമാണ് ഈ ചെയ്തു കൂട്ടുന്നത്. ഒരു നിലക്കും തന്റെ മാതാപിതാക്കളെ അവഗണിക്കുന്ന ചുറ്റുപാട്, നമുക്ക് ഉയർന്ന ശമ്പളവും അതുപോലെ ജോലിയുമൊക്കെ ആകുമ്പോഴേക്ക് ഗ്രേഡ് പൊങ്ങിപ്പോയി എന്ന തോന്നല് ഈ മാതാപിതാക്കളിൽ നിന്ന് അകലാൻ ഇവരെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ വക പ്രവർത്തികളിൽ നിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ വിട്ടുനിൽക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാരണവശാലും മാതാപിതാക്കളുമായി അകലാൻ പാടില്ല. നമ്മൾ എത്ര ഉയരുന്നോ അത്രയും നമ്മൾ മാതാപിതാക്കളോട് അടുക്കണം. അതിലാണ് നമ്മുടെ മഹത്വം. നമ്മളങ്ങ് ബിസി കൂടി, നമുക്ക് ആകെ ബിസിയാണ്. 24 മണിക്കൂർ അവൻ ഓടുകയാണ്, 365 ദിവസവും അവനൊരു ഒഴിവില്ല. എന്തിന്? തന്റെ മാതാപിതാക്കളെ ഒരു നോക്കുവെന്ന് കാണാൻ. വേറെ താമസിച്ച വീട്ടിൽ നിന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ മാതാപിതാക്കളോട് വന്നൊന്ന് റാഹത്തോടുകൂടെ 1/2 മണിക്കൂർ സംസാരിച്ചിരിക്കാൻ ഇവന് സമയമല്ല. അവരോടൊരു നല്ല സംസാരം പറയാൻ ഇവന് സമയമില്ല. എങ്കിലോ ഇവന്റെ തിരക്കാണ് ഇവൻ ഇതിനൊക്കെ കാരണം പറയുന്നതെങ്കിൽ ഈ സഹോദരൻ തന്നെ, ഈ ബിസിനസ്സുമാൻ, ഈ തിരക്ക് പിടിച്ച ശമ്പളക്കാരൻ, അവന്റെ പ്രേയസിക്കൊപ്പം കടൽക്കരയിൽ കറങ്ങാൻ അവന് സമയം കിട്ടാതെയില്ല. പാർക്കുകളിൽ സമയം ചെലവിടാൻ അവന് സമയം കിട്ടാതിരുന്നിട്ടില്ല. ഷോപ്പിങ്ങും ടൂറുപോക്കും മുടങ്ങിയിട്ടില്ല. അതിനൊക്കെ ഹോളിഡേ ആഘോഷിക്കാൻ പാർക്കുകളിലും മറ്റും പോകാൻ അവനും അവന്റെ കെട്ടിയോൾക്കും സമയമുണ്ട്. സമയക്കുറവ് ഒന്നിനു മാത്രം ഈ വൃദ്ധരായ മാതാപിതാക്കളുടെ ഓരത്തു വന്ന്, അവരുടെ ചാരത്തു വന്നിരുന്നു 1/2 മണിക്കൂർ റാഹത്തോടെ അവരുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ അവരോടൊന്ന് സംസാരിക്കാൻ ഇതിന് സമയം കാണണം. ചിലർ ഉമ്മാനുപ്പാനും ഒക്കെ പണം കൊണ്ടൊക്കെ നല്ലോണം സഹായിക്കാറുണ്ട്, നല്ലോണം നോക്കുന്നവരുണ്ട്, മാസം തോറും അയച്ചു കൊടുക്കാറുണ്ട്. അയച്ചു കൊടുക്കാത്തവരുടെ ഗതി അതിലേറെ ബുദ്ധിമുട്ടാണ്. നല്ല ശമ്പളവും കാര്യമൊക്കെ ഉള്ളവര് ഉമ്മാക്കുപ്പാക്കൊക്കെ പണം കാര്യമൊക്കെ അയച്ചു കൊടുക്കും. പക്ഷേ ആ ഉമ്മയുപ്പിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരവസ്ഥ. അതായത് നേരത്തെ പറഞ്ഞതുകൊണ്ട് പൈസ കൊണ്ട് കിട്ടാത്ത, നേടാൻ കഴിയാത്ത ഒന്ന് ഇവിടെ നേടുന്നുണ്ട്. അതെന്താ? മനസ്സിന്റെ സമൃദ്ധിയാണ്. സമൃദ്ധിയാണത്. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തുകയുണ്ടായി, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറദ് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. ചരക്കുകളുടെ ആധിക്യത്തിലല്ല സമൃദ്ധി. ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറദ്, സമൃദ്ധി എന്ന് പറയുന്നത് ചരക്കുകളുടെ ആധിക്യത്തിലല്ല, മറിച്ച് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, മറിച്ച് സമൃദ്ധി നിങ്ങളുടെ മാനസിക സമൃദ്ധിയാണ് കേട്ടോ. സമൃദ്ധി ഇതെല്ലായിടത്തും ബാധകമാണ്. മാതാപിതാക്കൾ എന്നല്ല, ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് നന്നായി പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് കൂടുതൽ പ്രസക്തമാകുകയാണ്. ഭാര്യയ്ക്ക് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രം പോരാ, മനസ്സ് സന്തോഷിപ്പിക്കണം. മാതാപിതാക്കളുടെ മനസ്സ് സന്തോഷിപ്പിക്കണം. മാനസിക സമൃദ്ധിയില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. നേരം മത്സ്യവും മാംസവും കഴിച്ചതുകൊണ്ട് സംഗതി നടക്കൂല. നല്ല അടിപൊളി ഫുഡ് കഴിച്ചതുകൊണ്ട് സംഗതി നടക്കൂല. നിർബന്ധമായും മനസ്സിന് സന്തോഷം വേണം. എന്റെ മോനോട് സ്നേഹമുണ്ടെന്ന് ഈ ഉമ്മക്കും ഉപ്പക്കും തോന്നിയേ പറ്റൂ. അത് തോന്നിക്കാൻ നമുക്ക് കഴിയണം, നമ്മുടെ ഇടപെടൽ കൊണ്ട് സാധിക്കണം എന്ന് സുഹൃത്തുക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എങ്കിലോ ഇന്ന് മാതാപിതാക്കൾ നമ്മുടെ ഈ അവഗണനക്കൊക്കെ മൂകസമ്മതം മൂളി പാവങ്ങൾ കഴിഞ്ഞുകൂടുന്നു എന്നതാണ് സത്യം. എങ്കിൽ ജീവിതത്തിൽ ഇതില്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന്റെ ഗൗരവം അറിയിച്ച ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഉണർത്തിയ ഏതാനും വളരെ പ്രധാനപ്പെട്ട വചനങ്ങൾ എന്റെ കൂട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ബൈഹഖി ഉദ്ധരിക്കുന്നു, റവൽ ബൈഹഖിയു
അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം ഇബ്നു അബ്ബാസ് പറയാൻ, നബി തങ്ങൾ പറഞ്ഞു, മാ മിൻ വലദിൻ ബാരിൻ. നല്ല ശ്രദ്ധേയമായ ഒരു ഹദീസാണ്. മുഅ്മിനീങ്ങളെ, ശരിക്ക് ഹൃദയം കൊണ്ട് ചിന്തിക്കും നിങ്ങൾ. ഈ കാര്യം മനസ്സിൽ തട്ടി ചിന്തിക്കണം. നബി തങ്ങളുടെ ഈ ഹദീസൊക്കെ തിരൂരങ്ങാടിയിലെ ഏതെങ്കിലും മാതാപിതാക്കൾ അവഗണിക്കുന്ന ഒരു സഹോദരന്റെ മനസ്സിലേക്ക് കടന്നു കിട്ടിയാൽ, അല്ലെങ്കിൽ മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്തുന്ന, കൂടുതൽ നല്ല ബന്ധം പുലർത്താൻ സഹായകമായി ഈ ഹദീസൊക്കെ മാറിയാൽ, ഞാൻ ഇത്രയും പ്രയാസപ്പെട്ട് ഇവിടെ പ്രസംഗിച്ചതിന് അർത്ഥമുണ്ടായി. ഇത്രയും വലിയ ചെലവോടുകൂടെ ഈ വേദി ഒരുക്കിയവരുടെ അധ്വാനത്തിന് ഫലമുണ്ടായി. എന്റെ കൂട്ടുകാർ ഇവിടെ ഒത്തുകൂടിയതിന് ഫലമുണ്ടായി. എന്താണ് ഈ പറഞ്ഞത്? നബി തങ്ങൾ പറയുന്നു, മാമിൻ വലദിൻ ബാറിൻ ബാരിൻ യൻദുറു ഇലാ വാലിദൈഹി നദറത റഹ്മത്തിൻ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജതൻ മബ്റൂറാ. ഖാലൂ വഇൻ നദറ കുല്ല യൗമിൻ മിഅത മറ ഖാല നഅം അല്ലാഹു അക്ബർ വഅത്യബു സദഖ റസൂലുള്ളാഹി. എവിടെന്നാ സുഹൃത്തേ ഇതൊക്കെ കിട്ടുക? വേറെ ഏതെങ്കിലും ഒരു മതങ്ങളിൽ ഇത്ര മൂല്യമുള്ള സംഗതി പറയാൻ ഏതെങ്കിലും മതങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത്രയും വലിയ മൂല്യങ്ങൾ. എന്താ ഈ പറഞ്ഞ വിഷയം? ഒന്ന് അതിന്റെ അർത്ഥം ഒന്ന് നോക്കൂ. മാമിൻ വലദിൻ ബാരിൻ ബിവാലിദൈഹി, മാമിൻ വലദിൻ ബാരിൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ഒരൊറ്റ കുട്ടിയുമില്ല. ഏതൊരു കുട്ടിയാണോ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നത്, എന്നിട്ടോ മാമിൻ വലദിൻ ബാരിൻ, ഉമ്മക്ക് വേണ്ട ഗുണമൊക്കെ ചെയ്യുന്ന ഒരു കുട്ടി, യൻദുറു ഇലാ വാലിദൈഹി, അവന്റെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് അവൻ നോക്കുകയില്ല. നദറത റഹ്മ, കാരുണ്യത്തിന്റെ നോട്ടം, സ്നേഹപുരസരം തന്റെ മാതാവിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ സന്മനസ് കാണിക്കുന്ന ആരുണ്ടോ? ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജതൻ മബ്റൂറാ. ഓരോ നോട്ടത്തിനും ഒരു സ്വീകാര്യോഗ്യമായ ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു അവന് നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു ഹജ്ജ് ചെയ്യണമെങ്കിൽ ഹജ്ജിന് പണം അടച്ചവരുണ്ട്, പോകാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. എത്രയാ നിങ്ങൾക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ, ഹജ്ജ് ചെയ്യാതെ ഉമ്മാനും വാപ്പാനും നോക്കി ഒപ്പിക്കാൻ നോക്കണ്ട കേട്ടോ. ഇത് പ്രതിഫലാ പറഞ്ഞു, പ്രതിഫലത്തിന്റെ കാര്യമാണ്. അത്രയും ഒരു ഹജ്ജിന് കിട്ടുന്ന പ്രതിഫലം, 1,00,000 രൂപ മുടക്കി ഒരു ഹജ്ജ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഉമ്മാന്റെ ഉപ്പാന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ എന്നാണ് നോക്കിയാൽ കിട്ടും. ഇബ്നു അബ്ബാസ് പറഞ്ഞതാ, റസൂലുള്ള പറഞ്ഞു, ഇതാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഭാര്യ എന്തെങ്കിലും ഒന്ന് ഊതി തരുമ്പോഴേക്ക് പിന്നെ ഉമ്മാനെ കണ്ടുകൂടാ, ഉമ്മാനോട് കുത്തുവാക്ക് പറഞ്ഞ്, ഉപ്പാനോട് കുത്തുവാക്ക് പറഞ്ഞ്, എപ്പോഴും പാവ ഉമ്മയാണ് ഇതൊക്കെ സഹിക്കേണ്ടി വരിക. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ ആയത്തിൽ, നമ്മുടെ ചർച്ചയിൽ അത് വരും. എന്താ ഈ ഖുർആൻ ഉമ്മാനെ മാത്രമാണല്ലോ ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. മറ്റൊരു ഉമ്മാന്റെ കട്ടപ്പാടാ ഖുർആൻ ഉണർത്തുന്നതിന്റെ കാരണം ദബ്ബന്റെ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ ഇരയാകൽ ഈ പാവാണ്. വയസ്സുകാലത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കൽ മക്കളെടുക്കുന്ന ഉമ്മയാണ്. വാപ്പ കുറെയൊക്കെ പിടിച്ചു നിൽക്കും, കണ്ണുകാട്ടി, മൂപ്പര് കണ്ണുകാട്ടി കുറച്ചൊക്കെ ഗൗരവത്തിൽ നിന്ന് വേണ്ടതൊക്കെ കുറെയൊക്കെ നേടിയെടുക്കും. പക്ഷെ ഉമ്മ പാവാണ്. കാരണം ഉമ്മാനെ കുത്താൻ മാത്രമല്ല, അവന്റെ ഒപ്പം വേറൊന്നുണ്ട് മുട്ടിക്കൊടുക്കാൻ. അതും കൂടെ അതിന്റെ ഒരു കാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജീവിതത്തിൽ കരുതണം. പക്ഷെ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ വരും. അത് ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ നാളെ സംസാരിക്കുമ്പോൾ കൂട്ടി സംസാരിക്കാം. ഉമ്മമാരെ അടുത്ത് അപാകത ഉണ്ടാവാൻ പാടില്ല, മക്കളുടെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല, എങ്കിലേ നന്നാവാൻ പറ്റുള്ളൂ. ഏതായാലും ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഉമ്മാന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ സന്തോഷപൂർവ്വം. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ പലർക്കും ആ സന്തോഷത്തോടുള്ള നോട്ടും ആ ചിരിച്ചുകൊണ്ടുള്ള അഭിസംബോധന ഒന്നും കഴിയൂല ചിലപ്പം. കാരണം സംഗതി ശരിയാണ്, നിങ്ങളെ ഭാര്യനെ പോലെ തന്നെ ചിലപ്പം കാണാൻ കോലുണ്ടാവണം എന്നൊന്നുമില്ല, എന്നാലും ഒന്ന് നോക്കണം. ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഉമ്മാന്റെ മുഖം ചുളിഞ്ഞിട്ടുണ്ടാവും, കവിള് കുഴിഞ്ഞിട്ടുണ്ടാകും, പല്ലുകൾ കൊഴിഞ്ഞിട്ടുണ്ടാകും, പ്രായാധിക്യം കൊണ്ട് ഉമ്മ ആകെ വാടിത്തളർന്നിട്ടുണ്ടാകും. പക്ഷെ ഒരു കാര്യം, നിങ്ങളെ ഭാര്യയെ പോലെ സുന്ദരിയല്ലെങ്കിലും ആ മുഖം ഉണ്ടല്ലോ, അത് അള്ളാഹുവിന് വല്ലാത്ത ചന്തമാണ്. അള്ളാഹുവിന് അത്രയും ഇഷ്ടവും പൊരുത്തമുള്ള മുഖമാണ്. ആ മുഖത്തേക്ക് നിങ്ങൾ സന്തോഷപൂർവ്വം ഉമ്മ എന്ന് വിളിച്ചിട്ടൊരു നോട്ടം. കയറി ചെല്ലുമ്പോ, വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മ എന്ന് തന്നെ വിളിക്കുക. ഭാര്യയെ വിളിക്കുന്നതിന് പകരം സ്വന്തം ഉമ്മാനെ തന്നെ ഒന്ന് വിളിച്ചാൽ, എന്തെങ്കിലും വിശേഷിച്ച് കയ്യിലുണ്ടെങ്കിൽ അത് ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ അതിലൊരു പ്രത്യേക റാഹത്ത് കിട്ടാൻ പോകുന്നു. എന്താ റാഹത്ത്? ഒരു നോട്ടത്തിനൊരു ഹജ്ജിന്റെ കൂലി.
അപ്പോ സ്വഹാബത്തിന് വിധങ്ങളോട് ചോദിക്കുകയാണ്, ഓരോ നോട്ടത്തിനും ഹജ്ജത്തം മബ്റൂറ, ഓരോ സ്വീകാര്യയോഗ്യമായ ഹജ്ജിന്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇവര് ചോദിച്ചു, നബിയെ ഓരോ ദിവസവും 100 വട്ടം നോക്കിയാലും കിട്ടുമോ? അപ്പൊ 100 ഹജ്ജിന്റെ കൂലി കിട്ടൂലേ? ഇവർ ചോദിച്ചതാണ്. നബി തങ്ങൾ പറഞ്ഞു, നഅം, അതെ, 100 വട്ടം നോക്കിയെങ്കിൽ 100 വട്ടം നിങ്ങൾക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടും. അല്ലാഹു അക്ബർ വ അത്യബ്, അല്ലാഹു പരിശുദ്ധനും അവൻ എത്രയോ മഹാനുമാണ്. അള്ളാന്റെ ഖജനാവിൽ തീർന്നെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ നിങ്ങൾക്ക് കൂലി തരാൻ. അള്ളാഹു തന്നിട്ട് ഒരിക്കലും തൊലയൂല. നിങ്ങൾ നോക്കിക്കോ, ഉമ്മാനെ സന്തോഷപൂർവ്വം നോക്കിക്കോ, ഉമ്മാന്റെ സന്തോഷവും പൊരുത്തവും വാങ്ങിക്കോ. മാതാപിതാക്കൾ, ഉമ്മ മാത്രല്ല പിതാവിൻ്റെത്. അപ്പൊ ഇതിനൊക്കെ ഒരു നല്ലൊരു മനസ്സ് ആദ്യം നമുക്ക് വേണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏത് ഇസ്രായിന്റെ രാത്രിയിൽ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ദഖൽതുൽ ജന്നത ഫസമിഅതു ഫീഹാ ഖിറാഅ, ഞാൻ സ്വർഗത്തിൽ കടന്നപ്പോ സ്വർഗത്തിൽ ഞാൻ ഒരു ഓത്ത് കേട്ടു. നല്ല മധുരമായ സൗണ്ടിൽ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. ആരാണ് റബ്ബേ സ്വർഗത്തിൽ വന്ന് ഖുർആൻ ഓതുന്നത്? ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. ഫഖുൽതു, ഞാൻ എന്റെ കൂടെയുള്ള മലാക്കമാരോട് ചോദിച്ചു, മൻ ഹാദാ, ആരാണ് ഈ ഖുർആൻ ഓതുന്നതെന്ന് ചോദിച്ചപ്പോ ഖാലൂ, എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഹാരിസത്തു ബിനു നുഅ്മാൻ, ഹാരിസത്തു ബിനു നുഅ്മാൻ ആണ് കേട്ടോ. ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. ശരി, ഹാരിസയാണോ? കദാലികുമുൽ ബർ, ഇതേ രൂപത്തിലാണ് ഉമ്മാക്ക് ഗുണം ചെയ്തവന്റെ അവസ്ഥ, നല്ലത് ചെയ്യുന്നവന്റെ അവസ്ഥ. വകാന അബറന്നാസി ബി ഉമ്മിഹി, നബി തങ്ങൾ പറയുന്നു, ഈ ഹാരിസയുണ്ടല്ലോ തന്റെ ഉമ്മാക്ക് ഇഷ്ടം പോലെ സേവനങ്ങൾ ചെയ്ത മഹാനാണ്. ഉമ്മയുമായി നല്ല ബന്ധം സ്ഥാപിച്ചത് ഉടക്കാതെ പോയ മഹാനാണ്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് വെച്ച് ഖുർആൻ ഓതാൻ ബഹുമാനപ്പെട്ട ഹാരിസ് റളിയല്ലാഹു അൻഹുവിന് അവസരം കിട്ടിയതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുന്നു. ഇത് നമുക്കും കിട്ടണ്ടേ കൂട്ടുകാരെ? അതിന് വേണ്ടത് നമ്മൾ ചെയ്യണമെന്നായി പറയുന്നത്. ഒരൊറ്റ സംഭവം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കേൾപ്പിക്കാം, സമയമില്ലാത്തത് കൊണ്ടാണ്. സൂറത്തുൽ ബഖറയിൽ നൽകിയ ഒരു സൂചന, മാതാപിതാക്കളെ നോക്കിയാൽ കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് സൂറത്തുൽ ബഖറ ഒരു വലിയ സൂചന നൽകി സംസാരിക്കുന്നുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ. അതെന്താ? ബനൂ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരു സാലിഹായ മനുഷ്യൻ, മുമ്പ് ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരു സാധുവായ മനുഷ്യൻ. ആ മനുഷ്യൻ, യാക്കൂബ് സന്തതികളിൽപ്പെട്ട ഈ മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്തത് മുഴുവനും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ജീവിച്ചു. അവസാനം ഈ സുഹൃത്തിനൊരു ഏകപുത്രനുണ്ട്, ഒറ്റ പുത്രനാണ്. രണ്ടാമത്തെ ഒരു കുഞ്ഞില്ല. ഈ കുഞ്ഞിന് തന്റെ വക ആകെ ഉണ്ടായിരുന്നത് തന്റെ കയ്യിലുള്ള ഒരു പശുക്കുട്ടിയാണ്. പക്ഷേ തന്റെ മരണമെടുത്തപ്പോ ഈ പശുക്കുട്ടിയെ തീറ്റിപ്പോറ്റി വളർത്താൻ ഈ കുഞ്ഞിനെ കൊണ്ടാവില്ല. അങ്ങനെ ഇദ്ദേഹം ഈ പശുക്കുട്ടിയെ കൊണ്ടുപോയി അള്ളാഹുവിൽ തവക്കുലാക്കി ഒരു കാട്ടിൽ കൊണ്ടുപോയി വിട്ടേക്കുന്നു. കാട്ടിൽ കൊണ്ടുപോയി വിടുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞത്രേ, റസൂലുള്ളാഹി തങ്ങൾ പിൽക്കാലത്ത് നമ്മുടെ ഉമ്മത്തിന് പറഞ്ഞു തന്ന ഒരു കഥയാണ്, മുമ്പ് കഴിഞ്ഞുപോയ ഒരു കഥ. ഖുർആനിൽ അതിന്റെ ബാക്കി ഭാഗം നമുക്ക് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട ചില ആയത്തുകൾ ഈ വിഷയമല്ല വിശദീകരിക്കുന്നത്, മറിച്ച് ഇതിനുമായി അതിന് ബന്ധമുണ്ട്. ഇസ്തൗദഅതുക അല്ലാഹുമ്മ ഇന്നി ഇസ്തൗദഅതുക, പടച്ചവനെ ഹാദിഹിൽ ഇജ്ല, ഈ പശുക്കുട്ടിയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, ഇത് സൂക്ഷിക്കാൻ നിന്നോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ലിബിനി, എന്റെ മോന് വേണ്ടി. മതാ യക്ബുറു, എപ്പോഴാണോ എന്റെ മോൻ വലുതായി വളർന്ന് വലുതാകുന്നത് അന്ന് ഈ പശുക്കുട്ടിനെ എന്റെ മോനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ പശുക്കുട്ടിയെ കാട്ടിൽ വിട്ടു. എന്നിട്ട് കാട്ടിൽ വിട്ടതിന്റെ ശേഷം ഈ മനുഷ്യരിതാ പോരുന്നു. അദ്ദേഹം കുറച്ച് കഴിഞ്ഞു, അദ്ദേഹം മരിച്ചു. പശുക്കിടാവ് കാട്ടിൽ നിന്ന് കാട്ടിലെ കായ്ക്കനികളും അതുപോലെ പച്ചിലകളും തിന്ന് പശുക്കുട്ടി തടിച്ചു കൊടുത്തു. ആ പശുക്കിടാവ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത് നല്ല കൊഴുത്ത ഒരു പശുവായി മാറിയിട്ടുണ്ട്. ഇദ്ദേഹം മരിച്ചു ദിവസങ്ങൾ പിന്നിട്ടു, വർഷങ്ങൾ പിന്നിടുന്നു. ആളുകളെ കാണുമ്പോൾ
ആളുകളുടെ ആരെങ്കിലും ദൃഷ്ടിയിൽപ്പെട്ടാൽ പശു ഓടി കാട്ടിലേക്ക് തന്നെ മറഞ്ഞു പോകും, കാട്ടിലേക്ക് തന്നെ മറഞ്ഞൊളിക്കും. ആളുകൾക്ക് പിടുത്തം കൊടുക്കില്ല, വേട്ടക്കാർക്ക് കിട്ടില്ല. ഒരു കാട്ടുപശുവിനെ പോലെ ഇതിൽ വളരുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു? ഇവൻ അങ്ങനെ വലുതായി പ്രായപൂർത്തിയൊക്കെ ആയി ഇങ്ങനെ വരുമ്പോ ഇവൻ ഉമ്മാക്ക് നന്നായി സേവനം ചെയ്യും. വകാന ബാറം ബി ഉമ്മിഹി, വളരെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മനെ നന്നായി നോക്കി. വകാന യുഖസിമു ലൈലഹു സലാസത അജ്സാ, തന്റെ രാത്രിയെ 3 വീതിച്ചു. രാത്രി 3 ഭാഗാക്കി വെച്ചു. യുസല്ലി സുലുസൻ വയനാമു സുലുസൻ വയജ്ലിസു ഇൻദ റഅസിഹി ഇൻദ റഅസി ഉമ്മിഹി സുലുസാ. 3-1 ഭാഗം നിസ്കരിക്കും, 3-1 ഭാഗം ഉറങ്ങും, 3-1 ഭാഗം എഴുന്നേറ്റ് ഉമ്മയുടെ തലക്കമ്പുറത്തിരിക്കും. എന്താ ചെറിയൊരു കുട്ടിയുടെ അവസ്ഥയാണിത്. യുസല്ലി സലാസ യുസല്ലി സുലുസാ, യുസല്ലി സുലുസാ വയനാമു സുലുസാ, അതുപോലെ 3-1 ഉറങ്ങും. വയജ്ലിസു ഇൻദ റഅസിഹി സുലുസാ, ഉമ്മയുടെ തലക്കമ്പുറത്തിരിക്കും 3-1 ഭാഗം. ഇങ്ങനെ കഴിഞ്ഞുകൂടി പൈദാസ്ബഹ, നേരം പുലർന്നാലോ ഉമ്മക്ക് വല്ലതും സംഭവിച്ചോ, ഉമ്മക്ക് വല്ലതും വേണോ, വെള്ളം വേണോ, ഭക്ഷണം വേണോ എന്ന് ചോദിച്ച് ഉമ്മക്ക് ഹിദുമത്തുമായി ഉമ്മയുടെ തലക്കമ്പുറത്തിരിക്കും. പ്രത്യേകിച്ച് രോഗമൊന്നും ഉണ്ടായിട്ടല്ല ഈ ഇരുത്തം, ഉമ്മയുടെ പൊരുത്തം കിട്ടാനാണ്, ഉമ്മയെ അങ്ങേയറ്റത്തെ സ്നേഹമുള്ളത് കൊണ്ടാണ്. അങ്ങനെ നേരം പുലർന്നാൽ ഇവൻ ഇതാ നേരെ പോകുന്നു. ഇംദലഖ ഫയഹ്തതിബു, പുറപ്പെട്ടു പോയി കാട്ടിൽ പോയി വിറക് ശേഖരിക്കും. എന്നിട്ട് വയഅതി ബിഹിസ്സൂഖ്, ആ വിറകുമായി അങ്ങാടിയിൽ വന്ന് ഫയബീഉഹു ബിമാ ശാ അല്ലാഹ്, അല്ലാഹു എത്രയാണോ ഈ കുട്ടിക്ക് വിധിച്ചത് ആ സംഖ്യക്ക് അന്ന് ആ വിറക് വില പറഞ്ഞു ഉറപ്പിച്ച് വിൽക്കും. നേരം വെളുത്ത് വൈകുന്നേരം വരെ വിറക് കിട്ടും. ആ വിറക് കൊണ്ടുവന്ന് വിൽക്കും. അങ്ങാടി കൊണ്ടുവന്ന് വിറ്റതിന്റെ ശേഷം അതിനെ 3 ആക്കും. അതുകൊണ്ട് കിട്ടിയ വിറകിന് കിട്ടിയ ആ പണം 3 ഭാഗാക്കും. ഫയതസദ്ദഖു ബിസുലുസിഹി, 3-1 സദഖ ചെയ്യും. വയഅകുലു സുലുസഹു, 3-1 തിന്നും. എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിപ്പോരും, ഉമ്മക്കും തനിക്കും കഴിക്കാൻ. അല്ലാതെ ഏതെല്ലാം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയല്ല, പുറത്തു പോയി താൻ മാത്രം കഴിക്കുകയല്ല. വയഅകുലു സുലുസഹു വയുഅതി ഉമ്മഹു സുലുസാ, 3-1 ഡിപ്പോസിറ്റായി ഉമ്മയുടെ അടുത്ത് സൂക്ഷിക്കാൻ വേണ്ടി അവിടെ കൊടുക്കും. ഇത് നമ്മുടെ സമ്പാദ്യമായി എടുത്തു വെക്കണം. ഈ രൂപത്തിൽ ഈ കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോ ഉമ്മക്ക് ഇത് ഓർമ്മയുണ്ട്. ഏത് ഉപ്പ തനിക്ക് വേണ്ടി ഒരു പശുക്കുട്ടിയെ അള്ളാഹുവിൽ തവക്കുലാക്കി വിട്ടേച്ചത്. ഈ കുട്ടിയാണെങ്കിലോ ഉമ്മനെ നല്ലപോലെ അനുസരിക്കുന്നുമുണ്ട്. ഇതിന്റെ പ്രതിഫലമായി അള്ളാഹു ഇതാ ഈ കുട്ടിക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ പോകുന്നു. ഉമ്മ ഒരു ദിവസം ഈ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്ന അബാക വറസക റിജ്ലതൻ ഇസ്തൗദഅഹ അല്ലാഹ് ഫീ ഗൈളതി കദാ വകദാ, മോനെ ഇന്നാലിന്ന കാട്ടിൽ നിന്റെ വാപ്പ നിനക്ക് വേണ്ടി ഒരു പശുവിനെ അനന്തര സ്വത്തായി ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. മോനെ അതിനെ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അതിനെ സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനെ ഏൽപ്പിച്ചു നിന്റെ ഉപ്പ. അതുകൊണ്ട് പോ, ആ കാട്ടിന്റെ അടുത്ത് എന്ന്, ആ വലിയ വനത്തിന്റെ അടുത്ത് എന്ന്, കാട്ടിന്റെ പുറത്തു നിന്ന് നീ അങ്ങ് വിളിച്ചാൽ മതി. ഫദുഉ, എന്നിട്ട് അവിടെ വെച്ച് നീ വിളിക്കണം, ഇലാഹ ഇബ്രാഹിം വ ഇസ്ഹാഖ വ ഇസ്മാഈൽ, ഇലാഹ ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ്, നിന്റെ പൂർവ്വപിതാക്കന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ, ബനൂ ഇസ്രായേലികളുടെ ഈ മഹാന്മാരായ പ്രവാചകന്മാരുടെ റബ്ബിനെ വിളിച്ച് ആ റബ്ബിനോട് നീ പ്രാർത്ഥിക്കണം. അയ്യറുദ്ദഹ അലൈക്, ആ പശുവിനെ തിരിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിന്റെ അടയാളം, പശുവിനെ കണ്ടാൽ നിനക്കൊരിക്കലും കൺഫ്യൂഷൻ വരില്ല. വഅലാമതുഹാ, അതിനെ കണ്ടാൽ തിരിച്ചറിയാനുള്ള അടയാളം, നീ അതിന്റെ മുഖത്തേക്കങ്ങ് നോക്കിയാൽ യുഹയ്യലു ഇലൈക, നിനക്ക് തോന്നിപ്പോകും മോനെ, അന്ന ശുആ അശ്ശംസി യഖ്റുജു മിൻ ജിൽദിഹാ, സൂര്യകിരണങ്ങൾ അതിന്റെ ശരീരത്തിൽ നിന്നാണോ വരുന്നത്, അത്രയും തിളക്കമുള്ള ഒരു പശുവാണ് മോനെ, അത്രയും ചന്തമുള്ള ഒരു പശുവാണ്. വകാനത് തുസമ്മൽ മുദഹബ, അതിന് മുദഹബ എന്നായിരുന്നു പേരിട്ടിരുന്നത്. അതിനെ വിളിക്കാറുള്ളത് മുദഹബ എന്നാണ്. യാ മുദഹബ എന്ന് വിളിച്ചാൽ അത് ഓടി വരും. മുദഹബ എന്തേ അത് പേരിടാൻ കാരണം? ഉമ്മ പറഞ്ഞു, ഹുസ്നിഹ വസഫുവതിഹ, അത്രയും തിളക്കവും സൗന്ദര്യമായിരുന്നു ആ പശുവിന്. അതുകൊണ്ടാണ് നിന്റെ ഉപ്പ അതിന് മുദഹബ എന്ന് പേരിട്ടത്. അതങ്ങ് വിളിച്ചാൽ മതി. നമ്മൾ സാധാരണ പറയാറുണ്ട്, പശുക്കൾക്ക് അങ്ങനെ പേരൊക്കെ ഇടാറുണ്ട്.
മുദഹബ, സ്വർണത്തെ പോലെ തിളക്കമുള്ളത് മുദഹബ. നമ്മൾ മലയാളത്തിലും പറയാറുണ്ട് പൊന്നി എന്നൊക്കെ പേരിടാറുണ്ട്. പൊന്നി എന്നൊക്കെ മൃഗങ്ങൾക്ക് പേരിടാറുണ്ട്. ഇതേ രൂപത്തിലുള്ള ഒരു പേരാണ്. ഇങ്ങനെ പേരിട്ടു. ആ പേര് വിളിച്ചാൽ മോനെ അത് ഓടി വരും നിന്റെ അടുത്തേക്ക്. അങ്ങനെ ഉടനെ തന്നെ ഈ കുട്ടി കാട്ടിൽ പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. എന്റെ റബ്ബേ, ഈ മഹാന്മാരുടെയൊക്കെ രക്ഷിതാവായ റബ്ബേ, എന്തിനാ ഇത് ഈ മഹാന്മാരെയും കൂടെ കൂട്ടി വിളിക്കുന്നത്? അതും കൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. മഹാന്മാരെയും കൂടെ കൂട്ടി വിളിക്കുകയാണ്. എന്റെ റബ്ബേ എന്നല്ല, ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് സംഗതി കിട്ടണം. അതിനാണ് അവരെയും കൂടെ കൂട്ടി വിളിക്കുന്നത്. ഇവരുടെ റബ്ബേ, ഇവരുടെ റബ്ബിന്റെ നാമത്തിൽ ഞാനിതാ എന്റെ പശുക്കുട്ടിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പശുക്കിടാവ് ഓടി വന്ന് കുട്ടിയുടെ മുന്നിൽ നിന്നു. ഇദ്ദേഹം പശുവിന്റെ കൊമ്പിങ് പിടിച്ചു. ഈ ചെറിയ ഈ ചെറുപ്പക്കാരൻ പശുവിന്റെ കൊമ്പിങ് പിടിച്ചപ്പോ പശു തല താഴ്ത്തി ഇവന്റെ കൂടെ നടക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ പശുക്കുട്ടി സംസാരിക്കുന്നു. പശു സംസാരിക്കുന്ന പശു പറയുന്നു, അയ്യുഹൽ ഫതൽ ബാറു ബി ഉമ്മി, ഉമ്മനെ കൊണ്ട് ഉപകാരം ചെയ്യുന്ന, ഉമ്മാക്ക് ഗുണം ചെയ്യുന്ന, ഉമ്മയെ സേവിക്കുന്ന മോനെ, ഇർഖബ്നി, എന്റെ പുറത്ത് കയറിക്കോ, ഫഇന്നഹു അഹ്വനു അലൈക്, അതല്ലേ നിനക്ക് എളുപ്പം. നടന്നു പ്രയാസപ്പെടേണ്ട, എന്റെ പുറത്തിരുന്ന് നിനക്ക് വീട്ടിലേക്ക് അങ്ങെത്താം. നിന്നെ ഞാൻ വഹിക്കാം, നിന്റെ വാഹനമാണ് ഞാനെന്ന് പറഞ്ഞപ്പോ ഇക്കുട്ടി പറഞ്ഞു, കയറില്ല, നീ സമ്മതിച്ചാലും കയറില്ല, എനിക്ക് നടക്കുന്നത് പ്രയാസമാണ്, ഇരിക്കാൻ സുഖമാണ്. ഫഇന്നഹു അഹ്വനു അലൈക് എന്ന് നീ എന്നോട് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഒരു കാര്യം, മാ അമറതുനി ബിഹി ഉമ്മി, എന്റെ ഉമ്മ എന്നോട് അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. എന്റെ ഉമ്മ പറഞ്ഞത് നിന്നെ പിടിച്ചു വരാനാണ്, നിന്റെ പുറത്തു കയറി വരാൻ എന്റെ ഉമ്മ പറയാത്ത കാലത്തോളം എനിക്കത് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ പറയുന്നു ഈ പശു പറഞ്ഞ മറുപടി. പശുവാണ് സംസാരിക്കുന്നത്, അത്ഭുതപ്പെടണ്ട. റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് ചരക്കല്ല് സംസാരിച്ചത് നമുക്കറിയാം. നുഅ്മാനിന്റെ കുതിര വന്ന് റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചത് നമുക്കറിയാം. നുഅ്മാനിന്റെ കുതിര വന്ന് റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ റസൂലുള്ളയാണെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ തന്റെ വലതുഭാഗത്തുള്ള അബൂബക്കർ സിദ്ദീഖിന്റെ തോളില, അബൂബക്കർ സിദ്ദീഖിന്റെ ചുമലിൽ കൈവച്ചിട്ട് ചോദിച്ചു, ഈ ആള് നീ അറിയോ? അതാ അബൂബക്കറിന് സിദ്ദീഖ്. ആരാ പറയുന്നത്? നുഅ്മാനിന്റെ കുതിര. വിശ്വസിക്കാൻ വേണ്ടി വന്നതല്ല, നുഅ്മാൻ റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്തു വന്നതാ. പക്ഷേ കുതിര ഇത് പറയുന്നത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട നുഅ്മാൻ ആ സെക്കൻഡിൽ തന്നെ വിശ്വസിക്കുന്നു. ഉമറുൽ ഫാറൂഖിന്റെ കയ്യിൽ തോളിൽ കൈവച്ചപ്പോ ഉമറുൽ ഫാറൂഖ് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തോളിലേക്ക് കൈവച്ചു. അപ്പോൾ പറഞ്ഞു, ഉസ്മാനുൻ നഖിയ് എന്ന് ആ കുതിര തന്നെ പറഞ്ഞു. അതേ രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ നബി തങ്ങൾ കൈവച്ചപ്പോ അലിയുനിർ റളിയ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അവിടെ വെച്ച് വിശ്വസിക്കുകയായിരുന്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അതിലൊന്നും അത്ഭുതപ്പെടാനില്ല. എല്ലാ വസ്തുക്കളും സംസാരിക്കും. അല്ലാഹു തആല സംസാരിപ്പിച്ചാൽ സംസാരിക്കും, അല്ലെങ്കിലും എല്ലാം ഭൂമിയിൽ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കാത്തൊരു സാധനവുമില്ല. പക്ഷെ നമുക്ക് തിരിയുന്ന ഭാഷയിൽ സംസാരിക്കോ ഇല്ലേ എന്നാണ്. നുഅ്മാനിന്റെ ആ ഒട്ടകമൊക്കെ കുതിരയൊക്കെ അതൊരു വലിയ സംഭവമാണ്, പറയാൻ സമയമില്ല, കാരണം നമ്മുടെ വിഷയം പോവുമല്ലോ. അത് സംസാരിക്കാൻ നബി തങ്ങളോട് നുഅ്മാൻ പറഞ്ഞത് ഏറ്റവും നല്ലൊരു മുഅ്ജിസത്ത് കാണിച്ചെന്നാൽ ഞാൻ വിശ്വസിച്ചോളാം. ആക്ഷേപിച്ച്, എവിടെടാ നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ്, കള്ളനെവിടെ, പെൺഭ്രാന്തനെവിടെ എന്ന് ചോദിച്ചിട്ടാ വന്നത്. അപ്പോഴാ അലി റളിയല്ലാഹു അൻഹു നെഞ്ചത്താട് കയറിയിരുന്നത്. പിടിച്ചാട് തള്ളിയിട്ട്, കുതിരന്റെ പുറത്തായിരുന്നു, ഇറങ്ങിയിട്ടില്ല, പിടിച്ചു വലിച്ചിട്ടിട്ട് നെഞ്ചത്താട് കയറിയിരുന്നു. പക്ഷേ റസൂലുള്ളാഹി വിലങ്ങി, അനങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പോ ഈ വാളിന്റെ തല മാറ്റി പിടിച്ചിട്ട് വാളിന്റെ പിടി കൊണ്ട് ഹൽക്കിനൊരു കുത്തു കൊടുത്തു അലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, അതസുബ്ബു റസൂലല്ലാഹ്, റസൂലുള്ളാഹിനെ ഈ തെറി പറയേ, നബി പറഞ്ഞതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റു. ആ സംഭവമാണ്. അപ്പോ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ റസൂൽ വെച്ചു, ഈ ഒട്ടകം ഈ കുതിരയാണ് പറഞ്ഞാൽ മതിയോ, ഞാൻ റസൂലാണ് മതി എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചതിൽ അങ്ങേപ്പുറം റസൂലുള്ളാഹി തങ്ങൾ തെളിയിച്ചു കൊടുത്തു. അത് സംസാരിക്കാൻ ഒരുങ്ങിയപ്പോ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നുഅ്മാനിന്റെ കുതിര തൊണ്ടയണക്കി എന്ന് പറഞ്ഞാൽ സൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ സംസാരിക്കും പോലെ അങ്ങോട്ട് സംസാരിക്കാൻ ഒരുങ്ങുന്നുണ്ട്. എന്നിട്ടാ സംസാരിച്ചത്. അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ പശുക്കുട്ടി സംസാരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ ഒരിക്കൽ പശുവിന്റെ പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ ആ പശുവിനെ തല്ലി ചതച്ചു ഇയാൾ.
പശുവിന്റെ മേലെ ഇരുന്ന് പോകുന്നത് പോകാൻ പാടില്ലല്ലോ. പശുവിന്റെ മുകളിൽ, അത് യാത്ര ചെയ്യാനുള്ള ജീവിയല്ല, കഴുതിയും കുതിരയൊന്നും അല്ലല്ലോ. അപ്പൊ ഇത് സംസാരിച്ചു. ഈ പശു എന്താ സംസാരിച്ചത്? നബി തങ്ങളുടെ വേദിയുടെ അടുത്തുകൂടെ നടന്നു പോകുന്നത്. അപ്പൊ പറഞ്ഞു, എന്താ പറഞ്ഞത്? മനുഷ്യ, യാ റജുൽ മാ ഖുലിഖ്തു ലിഹാദാ വല്ലാഹി മാ ഖുലിഖ്തു ലിഹാദാ, അല്ലാഹുവാണ് സത്യം, എന്നെ പഠിച്ചത് ഇതിനല്ലട്ടോ, വാനം കയറാനല്ല, എന്നോട് കയ്യാത്ത പണിയെടുപ്പിക്കരുത്, ഇതിനല്ലടോ എന്നെ പഠിച്ചത്, ഞാൻ വേണമെങ്കിൽ പാല് ചുരത്തി തരും, ഇത്ര കടുപ്പ് എന്നോട് ചെയ്യല്ല എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്തൊക്കെ പറഞ്ഞു സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തതകല്ലം. സഹാബത്ത് പറഞ്ഞു തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ അബൂ അബ്ദുല്ലാഹി റസായി ഈ സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. ഇത് 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് അദ്ദേഹം. ഈ സംഭവം എഴുതിയത് കാണാം, ഈ ഹദീസ് എഴുതിയത് കാണാം. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തതകല്ലം, സുബ്ഹാനല്ലാഹ് ഒരു പശു സംസാരിക്കുന്നു. ഉടനെ നബി തങ്ങൾ സദസ്സെന്ന് പറഞ്ഞു, എന്ത്? ആമൻതു ബിഹി അന വ അബൂബക്കർ വ ഉമർ ഖാല റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, ആ യാഥാർത്ഥ്യമുണ്ടല്ലോ, ഇപ്പം കണ്ട അത്ഭുതമുണ്ടല്ലോ, അത് ഞാൻ നേരത്തെ വിശ്വസിച്ചതാണ്. എന്റെ കൂട്ടുകാരൻ അബൂബക്കറിനും ഉമറിനും, കൂട്ടുകാർക്ക് അബൂബക്കറിനും ഉമറിനും ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവില്ല. നോക്കൂ, എനിക്ക് വിശ്വസിക്കാൻ കഴിയും, എന്റെ അബൂബക്കറിന് വിശ്വസിക്കാൻ കഴിയും, ഉമറിന് വിശ്വസിക്കാൻ കഴിയും, റസൂലുള്ളാഹി. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കാം, അത്ഭുതപ്പെടേണ്ടതില്ല. സംസാരിച്ചു. ഈ മൃഗം ഉടനെ തന്നെ ഈ പശു പറഞ്ഞു, വല്ലാഹി ലൗ റകിബ്തനി മാ കുൻത തഖ്ദിറു അലൈഹി. മോനെ, സംഗതി ശരിയായി പറഞ്ഞത്, അഥവാ ഇയങ്ങാനും എന്റെ പുറത്ത് കയറി ഇരുന്നെങ്കിൽ നിന്നെ വഹിക്കാൻ എനിക്ക് കഴിയൂല, ഉറപ്പാ. വല്ലാഹി ലൗ റകിബ്തനി മാ കുൻത തഖ്ദിറു അലയ്യ അബദ, ഒരിക്കലും എന്റെ മേൽ പിന്നീട് നിനക്ക് ആപതാകൂലായിരുന്നു, ഞാൻ നിന്നെയൊക്കെ കുടഞ്ഞെറിഞ്ഞു പോകേണ്ടടുത്തേക്ക് പോകും, എന്നെ കിട്ടൂലായിരുന്നു. അതുകൊണ്ട് മോനെ, ഈ ഉമ്മാനെ അനുസരിക്കുന്നത് എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഫഇന്നക ലൗ അമർതൽ ജബല ഫൻതലിക് ഫഇന്നക ലൗ അമർതൽ ജബല അൻ യൻഖലിയ മിൻ നസ്രിഹി ലൻഖലഅ ലിബിർരിക ബിഉമ്മിക. നീ വേണമെങ്കിൽ പോയിക്കോ, പോയിട്ട് ആ മലയോടൊന്ന് അങ്ങോട്ട് മാറിക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മനെ അനുസരിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് മാറിക്കണം എന്ന് പറഞ്ഞാൽ മലയോട് മാറും, അത്രയും നീ ഉമ്മാനെ അനുസരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ സംഭവമാണ്. ഏതാവട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിനെയും കൂട്ടി ഉമ്മയുടെ അടുത്തെത്തിയപ്പോ സമയം കഴിഞ്ഞു തുടങ്ങാണ്. പെട്ടെന്ന് ഇനി ചുരുക്കാണ്, വലിയൊരു സംഭവമാണ്, ചുരുക്കി പറയട്ടെ. 12 മണിയോടുകൂടെ നമ്മുടെ സദസ്സ് അവസാനിപ്പിക്കണം. ഉമ്മയുടെ അടുത്തെത്തിയപ്പോ ഉമ്മ പറഞ്ഞു, മോനെ, ഇനി നീ ഒരു കാര്യം ചെയ്ത ആളാണ്, കുറച്ച് മൂലധനം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഏർപ്പാട് തുടങ്ങാൻ നമുക്ക്. മോൻ ഇതിനെ കൊണ്ടുപോയി വിറ്റാളാ. നിന്റെ നിസ്കാരവും അതുപോലെ ഈ വിറക് വെട്ടലും, രാത്രി വിറക് വെട്ടി കൊണ്ടുവരലും, അത് വിൽക്കലും, പിന്നെ നിസ്കരിക്കലും എല്ലാം കൂടെ മോന് ക്ഷീണാകുന്നുണ്ട്. അതുകൊണ്ട് ആരാധനക്ക് തടസ്സമാകണ്ട, മോൻ പോയിട്ട് ഇതിനെ വിറ്റോ, എന്നിട്ട് അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഏർപ്പാടാക്കി പോകാന്ന് പറഞ്ഞപ്പോ കുട്ടി ചോദിച്ചു, ബിഖം അബിയുഹായ ഉമ്മി, ഉമ്മ എത്ര രൂപയ്ക്കായി അത് വിൽക്കേണ്ടത്? 3 ദീനാർ കിട്ടേജ് കൊടുത്തോന്നാണ്. അതിന്റെ അന്നത്തെ നടപ്പുവിലയാണ് അങ്ങനെയുള്ള ഒരു സാധനത്തിന് 3 ദീനാർ കിട്ടേജ് കൊടുത്തോറ്. അത് തന്നെ നീ എന്നോടൊന്ന് ചോദിക്കണം കച്ചവടം ഉറപ്പിക്കുമ്പോ. അങ്ങനെ അങ്ങാടി പോയി. അങ്ങാടിക്കാണ് പോകുമ്പോ ചന്തയിൽ എത്തുന്നതിന് മുമ്പ് അള്ളാഹു ഒരു മലക്കിനെ വിട്ട് പരിശോധിക്കുന്നു, പരീക്ഷിക്കുന്നു. മലക്ക് വന്നിട്ട് ചോദിച്ചു, ബിഖം മഹാദിഹി, ഇതിന് എത്ര ഉറുപ്പ്യക്കായി കൊടുക്കാന്ന് വെച്ചു. 3 ദീനാർ കിട്ടിയാൽ കൊടുക്കും, പക്ഷെ ഉമ്മാനോടൊന്ന് ചോദിക്കണം. ഇയാള് പറഞ്ഞു, അതൊന്നുമില്ല, ഉമ്മാനോട് ചോദിക്കാതെ ആണെങ്കിൽ 6 ദീനാർ തരാന്ന് പറഞ്ഞു. 6 ദീനാർ തരും, ഉമ്മാനോട് ചോദിക്കാൻ പാടില്ല. അപ്പൊ ഈ കുട്ടി പറഞ്ഞ മറുപടി, ലൗ അഅ്തൈതനി വസ്നഹാ ദഹബാ ലം ആഖുദ്ഹു ഇല്ലാ ബിറിദാ ഉമ്മി. നീ ഇതിനെ തൂക്കിയിട്ട് ഇതിന്റെ തൂക്കത്തിന് കണ്ട് സ്വർണം കെടുത്ത് തന്നിട്ട് കാര്യമില്ല, എന്റെ ഉമ്മാന്റെ തൃപ്തിയില്ലാതെ മോനെ ഞാൻ അത് തരൂലെന്ന് പറഞ്ഞു. മനുഷ്യൻ ഈ കുട്ടിക്ക് ഉമ്മയെ അനുസരിക്കുന്നതിലുള്ള നിർബന്ധ ബുദ്ധിയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു, എന്നാൽ ഈ ഉമ്മാനോടും ചോദിച്ചു വന്നാണ്. ഉമ്മാനോട് ചെന്നിട്ട് പറഞ്ഞു, ഇതിനെ 8 ദീനാറിന് ഒരാൾ 6 ദീനാറിന് ചോദിക്കുന്നുണ്ട്, കൊടുക്കട്ടെ എന്ന് വെച്ചു. ആ മോനെ കൊടുത്തോ, സന്തോഷം എന്ന് പറഞ്ഞു. ആ കുട്ടി സാധനത്തെയും കൊണ്ട് ഓടി വന്നു. പക്ഷേ വീണ്ടും ഇത് 6 ദീനാറിന് വിൽക്കാം, സമ്മതമാണ് എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞു, 6 അല്ല 12 തരാം, ഉമ്മാന്റെ സമ്മതം തരാതെ തരണം. ഇതെന്താ പരിപാടി? പറഞ്ഞതിലും വില പേശി കുറക്കല, ഇത് ഇരട്ടി കൊടുക്കുക. 12 തരാം, ഉമ്മാന്റെ സമ്മതമല്ലാതെ തരണം, അത് പറ്റൂല. ഇതിലധികം വിൽക്കണമെങ്കിൽ എനിക്ക് എന്റെ ഉമ്മാനോട് ചോദിക്കണം. ഉമ്മയുടെ അടുത്ത് എന്ന് വിവരം പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ, ഇന്നല്ലദീ യഅ്തീക മലക്കും ഫീ സൂറത്തി ആദമിയ്യിൻ, നിന്റെ അടുത്ത് വരുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അതൊരു മനുഷ്യനല്ല, മനുഷ്യരൂപത്തിലുള്ള ഒരു മലക്കാണെന്നാ എനിക്ക് മനസ്സിലാകുന്നത്. യുജർരിബുക, നിന്നെ പരീക്ഷിക്കുകയാണ്.
പരിശോധിക്കുകയാണ് മോനെ. അതുകൊണ്ട് ഫൈദാ അതാക, ഇനി ആ മലക്ക് നിന്നെ കാണാനിടയായാൽ ആ മലക്കിനോട് നീ ഒരു ചെറിയ മുശാവറ നടത്തിക്കാളാ. അത്ഉമുറുനാ അന്നബിഅ ഹാദിഹിൽ ബഖറത അംലാ, ഈ പശുവിനെ നമ്മൾ വിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്ന, അല്ല എന്നാണോ പറയുന്നത്? അന്ന് ചോദിച്ചിട്ട് പോന്നാ മതിയാണ്. കാരണം അത് ചിലപ്പോൾ വിൽക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ഇങ്ങനെ തട്ടിക്കളിക്കുന്നത്. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഇതിനെ വിൽക്കണോ വിൽക്കണ്ടേന്ന് അയാളോടൊന്ന് മുശാവറ നടത്തിക്കാളാന്ന് കണ്ടപ്പോ ചോദിച്ചു, എന്റെ ഉമ്മ പറഞ്ഞതേ നിങ്ങൾ സുഖകരമായൊരു വരവല്ല ഈ വരവ് വരുന്നത്, അതുകൊണ്ട് ഇത് വിൽക്കണോ വിൽക്കണ്ടേന്നൊരു തീരുമാനമാക്കി തരാൻ പറഞ്ഞതാണ്. അപ്പൊ കുട്ടിനോട് പറഞ്ഞു, എന്നാ ഇനി പോയിട്ട് ഉമ്മാനോട് പറഞ്ഞാളാ. ആഗതൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്ത, ഇതിനെയും കൊണ്ട് നീ പോകുക, വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുക. എന്നിട്ട് ഉമ്മയോട് പറയും, അംസിക്കി ഹാദിഹിൽ ബഖറ ഫഇന്ന മൂസ ഇബ്നു ഇംറാൻ യശ്തരീഹാ മിൻകി ലിഖതീലിൻ യുഖ്തലു ഫീ ബനി ഇസ്രായീൽ. ബനു ഇസ്രായേലിന് ഒരു അജ്ഞാത ജഡം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ആരോ കൊന്നിടും, അജ്ഞാത ജഡമായിരിക്കും. ആരാണ് ഘാതകൻ എന്നറിയില്ല. ബനു ഇസ്രായേലിന് കൊല്ലപ്പെടാൻ പോകുന്ന ഒരു ആളുടെ പേരിൽ, ഒരു അജ്ഞാത ജഡത്തിന്റെ പേരിൽ അത് തിരിച്ചറിയാൻ ഈ പശുവിന് ആവശ്യം വരും. ഈ പശുവിനെ കിട്ടിയാൽ ആരാണ് ഈ മനുഷ്യനെ കൊന്നതെന്ന് തിരിച്ചറിയും. അങ്ങനെ ഒരു മഹാസംഭവം ഇനി സംഭവിക്കാൻ പോകുന്നുണ്ട് മോനെ. ആ സംഭവത്തിലേക്ക് അതുവരെ നിന്റെ ഉമ്മനോട് ഇതിനെ തീറ്റിപ്പോറ്റി വളർത്താൻ പറയ്. അന്ന് മൂസ ഇബ്നു ഇമ്രാൻ, ഇമ്രാനിന്റെ മകൻ മൂസ നബി അലൈഹിസ്സലാം എന്തു ചെയ്യും? നിന്റെ ഉമ്മയോട് ഇതിനെ വാങ്ങും. ഫലാ തബിഉഹ, അന്ന് നീ ഇതിനെ കൊടുക്കണ്ട, വിൽക്കണ്ട. ഇല്ലാ ബിമിൽഇ മസ്കിഹാ ദഹബാ, ഇല്ലാ ബിമിൽഇ മസ്കിഹാ ദഹബാ. മസ്ക് ജിൽദ, അതിന്റെ തോല് നിറയെ സ്വർണം കിട്ടിയാലല്ലാതെ, അതിന്റെ തോല് അറുത്ത് പൊളിച്ചിട്ട് തോല് ഇങ്ങോട്ട് എടുത്തിട്ട് ആ തോല് മുഴുവൻ പൊതിയാനുള്ള സ്വർണം കിട്ടിയെങ്കിലേ കൊടുക്കേണ്ടതുള്ളൂ. ഈ സംഗതിക്ക് ഇതിനെ വാങ്ങിക്കൊണ്ടുപോയി. പിൽക്കാലത്ത് ആ സംഭവമാണ് ഏത് ചെയ്യുന്നത്? സൂറത്തുൽ ബഖറയിലെ 67 മുതൽ 73 വരെയുള്ള ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ സംഭവമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ആയത്തിന്റെ അർത്ഥം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ വേദി അവസാനിപ്പിക്കാം. ഇവിടെ 67 മുതൽ 73 വരെയുള്ള ആയത്തുകൾ ഇതാണ്. അങ്ങനെ ഈ അത്ഭുത സംഭവം സംഭവിച്ചു. ബനു ഇസ്രായേൽ ഒരാൾ കൊല്ലപ്പെടുന്നു, ഒരു അജ്ഞാത ജഡം കാണുന്നു. ആരാണ് കൊന്നതെന്നറിയില്ല. ഇത് തിരിച്ചറിയണം. അവർ മൂസ നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതിന് പരിഹാരം ഉണ്ടാക്കണം, നീ പ്രവാചകനല്ലേ. അതാ മൂസ നബി അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞ ആ മഹാസംഭവം, ആ സമയം നബിയെ നിങ്ങളൊന്ന് ഓർക്ക്. മൂസാ നബി തന്റെ ജനതയോട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറതൻ, അല്ലാഹ് നിങ്ങളോട് പറയുന്നത് ഒരു പശുവിനെ അറുക്കണമെന്നാണ്. ഈ സൂറത്തിന്റെ പേര് തന്നെ ബഖറ എന്നായി പോയത് ഇതുകൊണ്ടാ, ഈ സംഭവം ഇതിലുള്ളത് കൊണ്ടാ. അൽ ബഖറ എന്ന പേരിൽ ഈ അധ്യായം അറിയപ്പെടാൻ കാരണം പശു എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. നിങ്ങളോട് ഒരു പശുവിനെ അറുക്കണമെന്നാ പറഞ്ഞത്. എന്നിട്ട് ആ പശുവിന്റെ വാല് കൊണ്ട് ഈ മയ്യത്തിനെ അങ്ങ് അടിച്ച്, ആരാ നിന്നെ കൊന്നതെന്ന് ചോദിച്ചാൽ അത് എണീറ്റ് പറയും, ഇതാണ് കേട്ടോ തീരുമാനമെന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞപ്പോ ഖാലൂ, മൂസ നബിയുടെ ഖൗമ് ബനു ഇസ്രായേൽ ചോദിച്ചു, അതത്തഖിദുനാ ഹുസുവാ, നീ ഞങ്ങളെ കുതിരയാക്കുകയാണോ മൂസ? നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ മൂസ? പശുവിനെ അർത്ഥം കൊണ്ട് എങ്ങനെ ഘാതകൻ ആരാ കൊന്നത് എന്ന് പിടികിട്ടുവോ? ഈ എന്താ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചു. ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അപ്പോൾ മൂസ നബി പറഞ്ഞു, അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു, അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ ഒരിക്കലും വിവരദോഷികളിൽ പെട്ടുപോകൂല, അതിന് അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്നു. പരിഹസിക്കാന്നുള്ള വിവരദോഷികളെ പണിയാ, ഞാൻ മനുഷ്യനെ പരിഹസിക്കാറില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെയുള്ള വിഭാഗത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അല്ലാഹുവിനോട് അഭയം തേടുന്നു, അഊദു ബില്ലാഹ് മഅദല്ലാഹ് എന്ന് പറഞ്ഞു. ഖാലു, അതാ അടുത്ത ആയത്ത് പറയുന്നു, ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാഹി. ഖാലു, അവർ പറഞ്ഞു, ദുഉ ലനാ റബ്ബക, എന്നാ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കൂ, ചോദിക്കൂ മൂസ. യുബയ്യിൻ ലനാ മാഹി, അല്ലാഹ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ, മാഹിയ, ആ പശുവിന്റെ സ്വഭാവം എന്താണെന്ന്. പശു എന്ന് പറഞ്ഞാൽ പോലെ എങ്ങനെയുള്ള പശു എന്ന് പറഞ്ഞു തരണം. എന്താണ് ആ പശു? ഉടനെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ അബാനും ബൈന ദാലിക് ഫഫ്അലൂ മാ തുഅമറൂൻ.
എന്തേ പറഞ്ഞത്? ഇന്നഹു യഖൂലു, അല്ലാഹു പറയുന്നു, തീർച്ചയായിട്ടും അല്ലാഹു പറയുന്നു, ഇന്നഹ, നിങ്ങളോട് അറുക്കാൻ നിർദ്ദേശിച്ച പശുവുണ്ടല്ലോ, ബഖറത്തുൻ, അതൊരു പശുവാൻ, ലാ ഫാരിദുൻ, അത് കൂടുതൽ പ്രായം ചെന്ന് ചടച്ച പശുവല്ല, അത് ഏതല്ല, വൃദ്ധയല്ല, അങ്ങേ അറ്റം പ്രായം ചെന്ന ഒരു കിഴവിയല്ല ഈ പശു. അതുപോലെ തന്നെ വലാ ബിക്കുറുൻ, വളരെ ചെറുപ്പക്കാരിയുമല്ല, അവാനും ബൈനദാലിക്, രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ഇടത്തരം പശുവാൻ. പറ്റ പ്രായം കൂടിയതുമല്ല, പറ്റ ചെറുതുമല്ല എന്ന് പറഞ്ഞാൽ ഇക്കുട്ടിന്റെ കയ്യിലുള്ള പശുവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അവിടേക്കാട് എത്തണം. അവാനും ബൈനദാലിക്, രണ്ടിന്റെയും ഇടയില്, ഇതിന്റെ ഇടയിൽ ഒരു ഇടത്തരം പശുവാൻ. അതുകൊണ്ടൊരു കാര്യം, നിങ്ങളോട് കൽപ്പിച്ചതാണ് ചെയ്താൽ അഞ്ഞു ചോദിക്കണ്ടോ എന്ന് പറഞ്ഞു. ഫഫ്അലൂ മാ തുമറൂൻ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഈ വിഷയം പൂർത്തിയാകാൻ ഒരു ഇടത്തരം പശുവിനെ വാങ്ങി അർത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവര് പിന്നെ ബനൂ ഇസ്രായേലല്ലേ, എന്തായാലും ഇങ്ങനെ മൂക്കുകൊണ്ട് കല്ലെടുപ്പിക്കുന്ന പണിയായിരുന്നു ഇവർക്ക്. മൂസ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് നാട്ടിൻ കോഴിയും പറയിപ്പിക്കുന്ന ഒരു വിഭാഗമായിരുന്നു. ഇവർ പറഞ്ഞു ഖാലു ദുഉ ലനാ റബ്ബക, എന്നല്ല അങ്ങോട്ടൊക്കെ എത്തണല്ലോ, നമ്മുടെ കുട്ടിയുടെ കയ്യിലുള്ളത് തന്നെ കിട്ടണമെങ്കിൽ. ഖാലു, അവർ പറഞ്ഞു, ദുഉ ലനാ റബ്ബക, ഒന്നും കൂടെ നിന്റെ റബ്ബിനോട് ദുആ ചെയ്യ്, യുബയ്യിൻ ലനാ മാ ലൗനുഹാ, അതിന്റെ കളർ എന്താണെന്ന് അല്ലാഹു വ്യക്തമാക്കി തരട്ടെ. ആ പശുവിന്റെ കളർ എന്താണ്? ഖാല ഇന്നഹു യഖൂൽ, മൂസ നബി പറഞ്ഞു, അല്ലാഹു പറയുന്നത്, ഇന്നഹാ ബഖറത്തുൻ സഫറാ, അത് മഞ്ഞ പശുവാൻ. പൊന്നി എന്ന ഓമനപ്പേരിട്ട്, മുദഹബ എന്ന ഓമനപ്പേരിട്ട് പൊന്നിന്റെ കളറിലുള്ള പശു. ഇന്നഹാ ബഖറത്തുൻ സഫറാ, അത് മഞ്ഞ നിറത്തിലുള്ള പശുവാൻ. ഫാഖിഉൽ ലൗനുഹാ, മറ്റ് കളറുകളൊന്നും അതിലേക്ക് മിക്സ് ആയിട്ടില്ല, അതിന്റെ കളർ തനിച്ച കളറാണ്, നല്ല കടുത്ത കളറാണ്, മഞ്ഞ കളറാണ്. തസുറുൻ നാദിരീൻ, നോക്കുന്നവർക്ക് നല്ല ചന്തം തോന്നും, നോക്കുന്നവരെ കണ്ണഞ്ചിപ്പിക്കുന്ന പശുവാൻ. തസുറുൻ നാദിരീൻ എന്ന് പറഞ്ഞു. വീണ്ടും അവർ വന്നിട്ട് പറയുന്നു, കാരണം ഇവരെ ഈ ചോദ്യം കൊണ്ട് അത് ഗൗരവം കൂടി പോയത്. വീണ്ടും ഇവർ ചോദിച്ചു, ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി, ഒന്നും കൂടെ നിന്റെ റബ്ബിനോട് ചോദിക്ക്, യുബയ്യിൻ ലനാ, അവൻ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ, മാഹി, എന്താണ് ആ പശുവിന്റെ സ്വഭാവമെന്ന്. ഇന്നൽ ബഖറ തശാബഹ അലൈനാ, പശു ഞങ്ങളുടെ പേരിൽ കൺഫ്യൂഷനായി പോയിരിക്കുന്നു. ഇപ്പൊ ഈ ഗുണങ്ങളൊക്കെ ഉള്ള പശുവിനെ തെരഞ്ഞു നോക്കുമ്പോ അങ്ങനെ ആകെ കൺഫ്യൂഷൻ ആകുക, ഏതാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. മഞ്ഞ നിറത്തിലുള്ള ഒരുപാട് പശുക്കളുണ്ട്, ഏതാണ്? ഇന്നൽ ബഖറ തശാബഹ അലൈനാ, പശു ഞങ്ങളുടെ മേൽ കൺഫ്യൂഷൻ ആയിരിക്കുന്നു, പറഞ്ഞു തരണം. വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾക്ക് മാർഗത്തിലെത്താൻ കഴിയും, നീ ഒരു മാർഗം കാണിച്ചു തരണം മൂസ. ഒന്നും കൂടെ ചോദിക്കാം. ഖാല, അവസാനത്തെ സ്റ്റെപ്പാണ്. ബഹുമാനപ്പെട്ട മൂസ നബി പറഞ്ഞു, ഇന്നഹു യഖൂലു, ഇദാ, തീർപ്പ് കൽപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, ഇന്നഹാ ബഖറത്തുൻ, ആ പശു, ആ മഞ്ഞ പശുവില്ലേ, അതിലാ ദലൂലുൻ തുഫീറുൽ അർള, ഭൂമിയെ ഉഴുതുമറിച്ച് പണിയെടുത്ത് ചടച്ച പശുവല്ല. ലാദലൂലുൻ, ചടച്ച പശുവല്ല. തുഫീറുൽ അർള, ഭൂമിയെ ഇളക്കി മറിക്കുന്ന, ഭൂമി ഉഴുതുമറിച്ച എന്ന് പറഞ്ഞാൽ ഉഴുതുമറിക്കാൻ ഉപയോഗിച്ച പൂട്ടിയ പശുവല്ല. വലാ തസ്ഖിൽ ഹർസ, അന്ന് കൃഷികൾ ഉണ്ടായിരുന്നത് ഈ പശുക്കളെ ഉപയോഗിച്ച്, മൃഗങ്ങളെ ഉപയോഗിച്ചായിരുന്നു. അതുപോലെ ഏതു ചെയ്തിട്ടില്ല, കൃഷിയിടങ്ങളിലേക്ക് വെള്ളം തേവാൻ ഇതിനെ ഉപയോഗിച്ചിട്ടില്ല. ഇത് കാട്ടിൽ വളർന്ന പശുവാ, ഒരു വേലയും എടുത്ത് ഇത് ചടച്ചിട്ടില്ല. വലാ തസ്ഖിൽ ഹർസ, കൃഷിയിടത്തിലേക്ക് ജലസേചനം നടത്താൻ ഉപയോഗിക്കാത്ത, ഭൂമി ഉഴുതുമറിക്കാൻ ഉപയോഗിക്കാത്ത, ചടക്കാത്ത പശുവാൻ. മുസല്ലമത്തുൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. ലാ ശിയത ഫീഹാ, അതിന്റെ ദേഹത്തിലേക്ക് അങ്ങ് നോക്കിയാൽ ഒരു പാണ്ട് പോലും കാണാൻ കഴിയില്ല. ഒരു പാണ്ട് എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഒരു പാട് ഇല്ല. ഒരു കളർ എവിടെയെങ്കിലും, എന്തെങ്കിലും ഒരു പാടോ ഉണ്ടോ? എന്തെങ്കിലും ഒരു പുള്ളി അതിന്റെ ദേഹത്തിനുണ്ടോ? ഇല്ല. നല്ല തെളിഞ്ഞ മഞ്ഞ പശു. അവര് പറഞ്ഞു, ഇപ്പൊ നീ സത്യം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു മൂസ. എന്നാ ഈ പശുവിനെ അവർക്ക് പിടുത്തം കിട്ടി. അങ്ങനെ ഒരു പശു അവിടെ ഉണ്ട്, റെഡി. ഈ കുട്ടിന്റെ കയ്യിലുള്ള പശുവാൻ. അങ്ങനെ അവരതിനെ വാങ്ങിയർത്തു. അങ്ങനെ ചെയ്യാൻ അവരടുത്തായിട്ടില്ലായിരുന്നു. അങ്ങോട്ട് എത്തിച്ചത് നമ്മളാണ്. നിങ്ങളൊരു ശരീരത്തെ വധിച്ച് എന്നിട്ട് നിങ്ങൾ അതിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെക്കുന്ന രഹസ്യങ്ങൾ അല്ലാഹു പുറത്തു കൊണ്ടുവരും. ഫഖുൽനാ, അങ്ങനെ നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ ബോഡി, ആ ഡെഡ് ബോഡിയെ
ആ മരിച്ചു കിടക്കുന്ന ശവത്തെ നിങ്ങൾ അടിക്കണം ബിബഅദിഹ, ഈ പശുവിന്റെ ഒരു ഭാഗമെടുത്ത് അതിന്റെ വാലെടുത്ത് അടിച്ചു. കദാലിക യുഹ്യില്ലാഹുൽ മൗത, അതേ രൂപത്തിൽ അല്ലാഹു തആല മരിച്ചവരെ ഹയാത്താക്കി കാണിച്ചു തരും. വയുരീകും ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരും. ഇവിടെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്, അതിലേക്ക് കടന്നു വരുന്നില്ല. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. അങ്ങനെ ആ മനുഷ്യൻ ഇങ്ങ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഖതലനി ഫുലാൻ ഇബ്നു ഫുലാൻ, എന്നെ ഇന്നാൽ ഇന്നയാളാ കൊന്നത്, അതിന്റെ പേരിൽ പരസ്പരം തർക്കിക്കണ്ട. അയാളുടെ സ്വന്തം മൂത്താപ്പയുടെ മോൻ തന്നെയാണ് അയാളെ കൊന്നത്. അത് വ്യക്തമാക്കി അങ്ങ് കൊടുത്തു. സുമ്മ സഖത മക്കാന, സുമ്മ സഖത മയ്യിതൻ മക്കാനഹു, അതേ സ്പോട്ടിൽ മയ്യിത്തായി അങ്ങ് വീണുപോയി. ഉടനെ തന്നെ വീണങ്ങ് മരിച്ചു. നമ്മുടെ വിഷയം ഈ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ഈ പശു ഇക്കോലത്തിലൊക്കെ ബനു ഇസ്രായേലിനെ ടൈറ്റാക്കി ഈ കുട്ടിന്റെ അടുത്ത് വന്ന് ഇവർ കച്ചവടം അന്വേഷിച്ചപ്പോ കുട്ടി പറഞ്ഞു, തോല് എടുത്തിട്ട് ആ തോല് നിറയെ സ്വർണം തന്നെങ്കിലേ തരുള്ളൂ. ഇവർക്കാണെങ്കിലോ ഈ പ്രശ്നം പരിഹരിക്കും വേണം, അതിന് മാർഗത്തേ ഉള്ളൂ എന്ന് മൂസനബി പറഞ്ഞു. ആ നിലക്ക് ഇത്രയും ഭാരിച്ച തുക കൊടുത്തിട്ട് അവർ ആ പശുവിനെ അങ്ങ് വാങ്ങി. കുട്ടിക്ക് ഈ നേട്ടം കിട്ടിയത് ഉമ്മാനെ വേണ്ടുവോളം ഏത് ചെയ്തതുകൊണ്ടാണ്, ഉമ്മാക്ക് ബിർറ് ചെയ്തതുകൊണ്ട്, ഗുണം ചെയ്തതുകൊണ്ടാണ് എന്ന് ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ മഹാന്മാർ എഴുതിയത് കാണാം. ആ സംഭവം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് നാളെ സംസാരിക്കാം എന്ന് ഉണർത്തിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യവും കൂടെ പറയാനുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നാളെ പറയും. ഉമ്മാനെ വെറുപ്പിച്ചാലുള്ള തിക്തഫലം പിന്നെ കഴിഞ്ഞിട്ടില്ല. മാതാപിതാ